ഹായ്! അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പം ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ട് സക്സസ് ആയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ആ റെസിപ്പി നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കടല ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് പുതിരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് നല്ലപോലെ കഴുകിയിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളകും അത് മതി കേട്ടോ. അധികം എരിവിൻ്റെ ആവശ്യമില്ല. 2 പച്ചമുളകും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് പച്ചക്കായും ചേനയൊക്കെ ഒന്ന് മുറിച്ച് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളൂ. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് സെറ്റാക്കി വെക്കുക. തേങ്ങേൻ്റെ അത് കുറച്ച് ജീരകം ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ അരച്ച് വെക്കുക കേട്ടോ. അപ്പോഴത്തേക്കും വിസിലൊക്കെ വന്ന് വെന്ത് സെറ്റായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ കടലേൻ്റെ അകത്തേക്ക് ഈ ചേനയും പച്ചക്കായും നമുക്ക് വേണമല്ലോ. അപ്പോൾ ഒറ്റൊരു വിസിലടിച്ചാൽ മതി കേട്ടോ. കുറച്ച് മുളകും പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി വെക്കുക. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, ഇതിനകത്തേക്ക് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിടാം കേട്ടോ. എന്നിട്ട് ഒറ്റ വിസിൽ തന്നെ അത് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് അത് വെന്ത് സെറ്റായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ നേരത്തെ അരപ്പുണ്ടാക്കിയില്ലേ, തേങ്ങയും ജീരകമൊക്കെ ഇട്ടിട്ട്, അത് ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. തീരും വെള്ളമില്ലാത്ത രീതിയിൽ ഒന്ന് കുറുക്കിയെടുക്കാം. പിന്നെ മറ്റേ അടുപ്പിൽ നമുക്ക് തേങ്ങ ഒന്ന് വറക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ അതേപോലെ 2 വറ്റൽമുളക് ഇട്ടിട്ട് നമ്മൾ തേങ്ങയില്ലേ, തേങ്ങ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നല്ലപോലെ ബ്രൗൺ കളറിൽ നമ്മൾ സാമ്പാറിനൊക്കെ തേങ്ങ വറക്കുമല്ലോ, അതേപോലത്തെ ബ്രൗൺ കളറാവുന്നവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടണേ. അപ്പോഴേക്കും നമ്മൾ നേരത്തെ അരപ്പൊക്കെ ഒന്ന് കുറുകാൻ വേണ്ടി വെച്ചില്ല, അപ്പോൾ കുറുകി കടലയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഗ്രേവി ആയിട്ട് സെറ്റായി നിന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഈ തേങ്ങ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. പിന്നെ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ആ സമയത്ത് ഭയങ്കര മണമായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നമ്മൾ തേങ്ങാക്കൊത്തൂടെ വറുത്തിടുന്നുണ്ട് കേട്ടോ. ഇത് ചിലവർക്ക് ഇഷ്ടമായിരിക്കും, ചിലവർക്ക് ഇഷ്ടമുണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് അധികം വെളിച്ചെണ്ണയിൽ തേങ്ങാക്കൊത്തും വറുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി കൂട്ടുകറിയാണ് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ta-ta!